അച്ഛൻ വളരെ ശാന്ത പ്രകൃതിയായിരുന്നു വീട്ടിലുള്ളപ്പോഴൊക്കെ. പിന്നെ അച്ഛനതിന് ശേഷമാണ് ഇത്തിരി ഗൗരവമൊക്കെ ഞങ്ങൾ കണ്ടത്. ഇങ്ങനെ ഇടവകയിലൊക്കെ കാര്യങ്ങളൊക്കെ നന്നായി നടത്തി കിട്ടാൻ വേണ്ടി നടത്തണമല്ലോ. അപ്പോൾ കുറച്ച് കടുംപിടുത്തത്തിലൊക്കെ കാര്യങ്ങൾ നടത്തും. അതേസമയം എല്ലാം ഭംഗിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഇടവകയിലത്തെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരാളെ ഒഴിവാക്കാതെ, അത് നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഹിന്ദു ക്രിസ്ത്യാനൊന്നുമില്ല, ഇടവകയിൽ പെട്ടവരൊക്കെ സഹോദരൻ്റെ സ്വന്തമാണ്, രാഷ്ട്രീയക്കാരായാലും സ്വന്തക്കാരാ. അപ്പൊ എല്ലാവരും കൂട്ടിപ്പിടിച്ച് നമുക്കൊന്നൊരു പ്രകൃതിയായിട്ട് ഞാൻ കാണാം. അവിടെ ചെന്നൊരു ഫ്രണ്ട് ഉണ്ടാവും, ഇവിടെ ചെന്നൊരു ഫ്രണ്ട് ഉണ്ടാവും. പിന്നെ വീട്ടുകാരൊക്കെ ഇടവകയിലത്തെ വീട്ടുകാരെന്നല്ല, ആരും പരിചയപ്പെട്ട അവരുടെ ബന്ധുക്കളും മിത്രങ്ങളെയും അവരുടെ പേരും അവരുടെ മക്കളുടെ പേരും അവരുടെ എന്തൊക്കെയാണ് അത്രയും അവരറിയാം, അടുത്തറിയാം. അങ്ങനെ അപ്പൊ ആൾക്കാർക്കുടെ മനസ്സിലൊക്കെ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലായി. ആളുകളുടെ ജനപ്രവാഹം കണ്ടപ്പോൾ മനസ്സിലായി. ഓരോരുത്തരും വരുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ പിന്നെ വരുമല്ലോ. അപ്പോൾ ആരെന്നില്ലാത്ത വിധത്തില് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വലിയ ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ ഓർക്കും ചാവച്ചെന്നിപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ വന്നു, പക്ഷെ പോയിട്ടല്ല, പക്ഷെ അവരും ഫ്രണ്ട്സാണ്. അവരിൽ തന്നെ നന്ദി. അങ്ങനെ എന്നോട് വർത്തമാനം പറയുന്ന ആരെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കണില്ല. അവരിലത്തെ ഞാൻ മനസ്സിലാക്കും അവരെങ്ങനെ ഫ്രണ്ട്സായി ഓർക്കുമ്പോൾ അവരിലത്തെ നന്മകൾ എടുത്ത് പറയണ്ട. എനിക്ക് നന്മ പറയുള്ളൂ, അതിന്റെ ദോഷഫലങ്ങൾ എന്നോട് പറയാറില്ല. അങ്ങനെ അത് അങ്ങനെയൊക്കെയാണ്. പിന്നെ കുർബാനയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ആ കുർബാന ഇല്ലാതെ ഒരു ജീവിതമില്ല. ഞാനൊരിക്കൽ അവൻ്റെ പണ്ട് എൻ്റെ അമ്മ മരിക്കാൻ ഇത്തിരി സീരിയസ് ആയ സമയത്ത് ഞാൻ പറഞ്ഞേ, ഞാൻ നാളെ രാവിലെ തന്നെ പുറപ്പെടാം. തലേദിവസം ഫോൺ വന്നപ്പോൾ ഞാൻ രാവിലെ തന്നെ പുറപ്പെടാം. അപ്പം ഇപ്പങ്ങൾ എവിടെയും കുർബാന കാണാം. അപ്പം ഞാൻ പറഞ്ഞു കുർബാന പിന്നെ കാണാം. പറഞ്ഞപ്പോൾ അത് വേണ്ട, കുർബാന കഴിഞ്ഞിട്ട് പോന്നാൽ മതിയും പറഞ്ഞു. അപ്പം അങ്ങനെ കുർബാന ഇല്ലാത്ത ഒരു ജീവിതമില്ല. അപ്പം കുർബാന ചാവോച്ചനെ കാണുമ്പോൾ ഞാൻ അതെന്റെ സ്വന്തമായത് കൊണ്ടാവും. കുർബാന കണ്ണീരോടെ എനിക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ അത് കുറച്ചുകൂടി നല്ല ടച്ചിങ് ആയിട്ട് സ്പർശിക്കും. അപ്പൊ എനിക്ക് അവസാനമായിട്ടൊരു കുർബാന ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അതൊരു സങ്കടം മനസ്സിലുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അത് ചാക്കോച്ചന്മാരുടെ ഒരു ഘോഷങ്ങൾ ഉണ്ടാക്കും എന്നുവെച്ചാൽ എല്ലാവരും കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ റൂബി 40-ാം വർഷം തുടങ്ങിയതാണ്. ഈ ഡിസംബറിലാണ് 40 വർഷം കംപ്ലീറ്റ് ആവുക. അപ്പൊ അന്ന് എല്ലാവരും ഒക്കെ കുറെ പേര് എത്തിയ കാരണമാണ് നമുക്ക് അന്ന് ഘോഷിക്കാൻ പറഞ്ഞു. ശരി, അപ്പൊ ഇനോഗ്രേറ്റ് ചെയ്തു. അത് അങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കാം. അന്ന് ആ കുർബാന ഞാൻ ചാക്കോച്ചന്റെ അവസാനം കണ്ടത്. പിന്നെ എനിക്കൊരു അവസരം ഉണ്ടായിട്ടില്ല കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചാക്കോച്ചന് ഇങ്ങനെ അസുഖം ഉണ്ടാവുന്ന അറിയണേക്കാളും ഒരു 15 മിനിറ്റ് മുമ്പ് ഞാൻ പോരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ അറിഞ്ഞിട്ടല്ല, ഞാൻ അങ്ങോട്ട് വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശനിയാഴ്ച രാത്രി അവിടെ അടുത്തുള്ള മഠത്തിൽ, ചാക്കോച്ചന്റെ പള്ളിയുടെ അടുത്തുള്ള മഠത്തിൽ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അച്ഛൻ്റെ കുർബാന കണ്ടിട്ട് ഇങ്ങോട്ട് ഇവിടെ ആങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങോട്ട് പോരാം എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതി ഞാൻ എൻ്റെ മഠത്തിലുള്ളവരോടൊക്കെ പറഞ്ഞു. പക്ഷെ ആ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വന്ന് ചാക്കോച്ച അഡ്മിറ്റാന്ന് പറഞ്ഞിട്ട്. അപ്പോഴും പ്രതീക്ഷയായിരുന്നു മനസ്സിലൊക്കെ മാറും. കഴിഞ്ഞ പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ട് സുഖപ്പെട്ടതല്ലേ, അതുപോലെ മാറും എന്നുള്ളൊക്കെയായിരുന്നു വിചാരം. പക്ഷെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മനസ്സിലായി ഇത് വളരെ സീരിയസ് ആണെന്നുള്ള, ക്രിറ്റിക്കലാണെന്നുള്ളൊക്കെ. പിന്നെ പ്രതീക്ഷകളൊന്നും മനസ്സിൽ ഓർക്കും, തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ എന്ന് ഓർക്കുമെങ്കിലും ഒരു വലിയ പ്രതീക്ഷ മനസ്സിൽ. കാരണം അത്രയ്ക്കും ക്രിറ്റിക്കലാന്ന് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു. ഇത് വളരെ സീരിയസ് ആണ് സിസ്റ്ററിനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് ഞങ്ങൾക്ക് തോന്നണം. എന്നൊക്കെ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ പ്രതീക്ഷയ്ക്ക് ഭാഗ്യമൊന്നുമില്ല. എങ്കിലും വിചാരിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ദൈവത്തിന് മോനെ എന്തായാലും ഞങ്ങൾ 9 മക്കൾ എപ്പോഴും കൂടുക എന്ന് എപ്പോഴും ചിന്തയുള്ള ആളാണ്. ഈ 9 മക്കളുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിന് മുൻകിട്ട് ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ ചാക്കോച്ചനെ എല്ലാവരും കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ മരിക്കണമെങ്കിൽ ഇത്ര വലിയൊരു ആർഭാടം ഉണ്ടാവില്ല. അപ്പോൾ ചാക്കോച്ചൻ എല്ലാവരുടെയും സന്നിധി, ഞങ്ങൾ ബാക്കി 8 മക്കളുടെയും സന്നിധിയിൽ തന്നെ ഇറങ്ങിപ്പോകാൻ ദൈവം അനുഗ്രഹിച്ചതും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇങ്ങനെ ഒത്തിരി ഉണ്ട് പറയാൻ.